പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി. കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. പ്രേമയാമങ്ങളിൽ ഇരുഹൃദയങ്ങളും ഒന്നിച്ചു ചേരാനായി തപസിരുന്നു. സയ്യാവേ 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 സയ്യാവേ. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്നക്കൂടൊരുക്കുന്നു. മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. എത്ര ജന്മങ്ങളിൽ എത്ര സ്വപ്നങ്ങളിൽ എത്ര നാളായി കൊതിച്ചു ഞാൻ ഈ നിമിഷം. മതി മതി നിർത്തിക്കേ. എന്ത് പണിയാ കാണിച്ചത്? നല്ല രസം പിടിച്ചു വരുന്നേ. ആർക്ക്? അതാ നിർത്തിച്ച. ബ്രേക്ക് തീരാറാ, ഞങ്ങക്ക് ക്ലാസ്സിൽ പോണം. പിന്നെ ബ്രേക്ക് തരാൻ ഇനി 25 മിനിറ്റ് കൂടി ഉണ്ട്. അത് ശരി. അപ്പൊ ഇവന്റെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് മര്യാദയ്ക്ക് 5 കൊല്ലം ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കാണ്ട് നീ വിളിച്ചോണ്ട് വന്നത്. തനിക്ക് എന്താണ് എന്റെ പാട്ടിനോട് ഒരു ഇഷ്ടക്കേട് പോലെ? അയ്യോ, എനിക്ക് തന്റെ പാട്ടിനോട് ഒരു ഇഷ്ടക്കേടും ഇല്ല. പിന്നെ എന്നോടാണോ? എന്ത് തോന്നണ്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ തന്നോട് ചെയ്തത്? താൻ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ തന്നെ ഇവളോട് തെറ്റ് ചെയ്തതെന്ന് എനിക്കുണ്ട്. താൻ ഇവളോട് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ റിയൽ ആണ്. എടാ ഒന്നും വിചാരിക്കില്ല. എടാ നിന്റെ പാസ്റ്റ് വെച്ചിട്ട് അവള് നിന്നെ ജഡ്ജ് ചെയ്തോണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നീ അവരോടൊക്കെ ചെയ്ത പോലെ നീ എന്നോടും ചെയ്യുന്നുള്ള പേടിയാണ് അവൾക്ക്. എടോ, അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. അവരെന്നെ പറ്റി എന്ത് പറഞ്ഞാലും അതൊരു അംശം പോലെ എന്നെ ബാധിക്കാൻ പാടില്ല. പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എടാ അങ്ങനൊന്നും ഉണ്ടാവില്ലടാ. അത് പോട്ടെ, വിട്. അവന്റെ നോട്ടം കണ്ടില്ലേ? ഇത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നണില്ല? എന്ത് തോന്നാൻ? ഓന്റെ ലവറിന്റെ മുമ്പിൽ വെച്ചിട്ട് ഓനെ ഞാൻ നാറ്റിച്ച ഓൻ നിന്നെ ആരാധനയോട് നോക്കുന്ന പറയുന്നത്? എന്തായാലും അവൻ ശരിയല്ല, അവന്റെ ഉദ്ദേശം ശരിയല്ല. നീ പിന്നെ ശരിയാന്നല്ല, അത് മതി. എടി, അവനെ പറ്റി പറയുമ്പോ അവള് തർക്കിക്കണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ എന്തിനാ അവനിങ്ങനെ സപ്പോർട്ട് ചെയ്യണേന്ന്? സപ്പോർട്ടിന്റെ കാര്യമില്ല. ഇതുവരെ എനക്കോ നിനക്കോ ഓൾക്കോ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ചില സമയത്ത് നിന്റെ ഓവർ റിയാക്ഷൻ പോലും സഹിച്ചിട്ടേ ഉള്ളൂ. പിന്നെ നിനക്കെന്താ ഇത്ര ദേഷ്യം അവനോട്? എനിക്ക് എന്തിനാ അവനോട് ഇത്ര ദേഷ്യം ഒന്നും നിനക്കറിയില്ലേ? അവന്റെ പാസ്റ്റ് വെച്ചിട്ടല്ലേ. ഒരാളെ പാസ്റ്റ് വെച്ചിട്ട് പ്രസന്റ് ലൈഫ് ജഡ്ജ് ചെയ്യുന്ന അത്ര നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല. അതത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. ഞാൻ അവന്റെ പാസ്റ്റ് അല്ല, ഈ പ്രസന്റ് ലൈഫ് വെച്ച് തന്നെ ജഡ്ജ് ചെയ്തോണ്ടിരിക്കണേ. അതിന് എന്റെ പ്രസന്റ് ലൈഫിന് എന്താ കുഴപ്പം? എന്റെ പ്രസന്റ് ലൈഫിന് എന്താ കുഴപ്പം? നിനക്ക് ഒരു കുഴപ്പവും തോന്നൂല. കാര്യം എന്താന്ന് വെച്ചാലേ, നിനക്ക് ഒബ്സർവേഷൻ ഇല്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. അവൻ എന്ന് അവളായിട്ട് റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടോ, അന്ന് തുടങ്ങി എന്നൊക്കെ അവൾക്ക് പാട്ടുപാടി കൊടുത്തിട്ടുണ്ടോ, അന്നൊക്കെ സൈഡിൽ കൂടെ അവന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട്. അവളെ കൈക്കേറി പിടിച്ചോണ്ടായിരിക്കും. ഉണ്ടാ ദേടി പെണ്ണ എല്ലാം അറിയാവുന്ന നീ മാതിരി വർത്താനം പറയരുതട്ടാ. കഴിഞ്ഞ മാസം അവന്റെ അമ്മയ്ക്ക് പാടില്ല എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് കുറെ പൈസ മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് നമ്മ രണ്ടുപേരും പിറ്റേ ദിവസം ഡാൻസ് ചെയ്യുന്ന വന്നപ്പോൾ ആ കടയിലായിട്ടിരിക്കണം നമ്മ കണ്ടതല്ലേ. അന്ന് നീ ഒറ്റ നടന്നുകൊണ്ട് ഞാനത് അവളോട് പറയാണ്ടിരുന്നു പോലും. എടി, അന്ന് അതിന് അവന്റെ അമ്മ എന്നെ കണ്ട് നമുക്ക് എന്താ ഉറപ്പ്? കാരണം നമ്മൾ അവര് ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ അന്ന് കണ്ടത് സൈഡ് വ്യൂ. 100% ഉറപ്പില്ലാത്ത കാര്യം ഞാൻ പറയൂല. എന്നാൽ 100% ഉറപ്പുള്ളൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. കഴിഞ്ഞ 3 ദിവസം അവള് പനിയായിട്ട് വന്നിട്ടില്ല. പിന്നെ അവള് വന്നേക്കണത് ഇന്നാണ്. ഇത്ര നേരമായിട്ട് അവൻ അവളുടെ ഹെൽത്തിനെ പറ്റി ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. ഇതെല്ലാം എന്തിനോ നമ്മളെ മുമ്പിൽ ചോദിക്കേണ്ട ആവശ്യം? അത് അവരെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇല്ല, സംസാരിച്ചിട്ടില്ല. ആശാനെ ഒരാഴ്ച ഭയങ്കര തിരക്കായിട്ട് അവളുടെ മെസ്സേജ് പോലും എടുത്ത് നോക്കിയിട്ടില്ല. അതൊക്കെ ഞാൻ കാലത്ത് വന്നപ്പോ തന്നെ ചോദിച്ചു. എന്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചിട്ടാ. ഇതാ അവരെ കണ്ട, അവരെ മുഖഭാവം കണ്ടറിയാമോ ഇപ്പോൾ പനീന്റെ കാര്യം അന്വേഷിക്കുന്നതെന്ന്. നിന്റെ ഒബ്സർവേഷൻ സ്കില്ല് ബിഗ് 0 കണ്ടോ മോളൂ സാർ? അവന്റെ മുഖഭാവം കണ്ടറിയാം. അവൻ അടുത്ത ഊറ്റലിനുള്ള നമ്പർ ഇറക്കിക്കൊണ്ടിരിക്കണെന്ന്. എന്നാ ബെറ്റ് വെക്കാം. അറിവിശിക്കാൻ നിന്റെ അടുത്ത് അത് കള. ബെറ്റ് വെച്ചാൽ പാലിക്കാതെ ചരിത്രം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാ പറ, എത്ര രൂപയ്ക്ക്? പൈസക്കല്ല, ഓനിപ്പോ ഉള്ള പനീന്റെ കാര്യം എല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തെ ചായം കടി എന്റെ വക. ഓക്കെ, ഡീൽ. പറഞ്ഞ നേരം കൊണ്ട് ഇതിന്റെ കഴിഞ്ഞ കിന്നാരം തൽക്കാലത്തേക്ക് മഹാഭാഗ്യം. എടി, നീ എന്തിനാണ് ഇങ്ങനെ അവനിങ്ങനെ സംശയിക്കുന്ന എപ്പോഴും? ആ സംശയത്തിന് അവൻ അർഹനായതുകൊണ്ട്. ഓ, അത് വിട്. എടി, ഓനെന്താ നിന്നോട് സംസാരിച്ചേ? എടി, അവനവന്റെ ഓരോ സങ്കടങ്ങൾ പറയുമായിരുന്നടി. എന്ത് സങ്കടം? ഹോസ്റ്റലിൽ ചെന്നിട്ട് പറ. ഞാനിവിടെ നിക്കണോണ്ടല്ലേ? അതെ, നീ ഇവിടെ നിക്കണോണ്ട് തന്നെയാ. ഇനി എന്റെ വായിന്ന് എന്തെങ്കിലും അറിയാണ്ട് വീണിട്ട് വേണം നിനക്ക് അവന്റെ അടുത്ത് പോയി മെക്കിട്ട് കയറാനായിട്ട്. അയ്യോ, ഞാൻ ഒരു മെക്കിട്ടേറ്റത്തിനും ഇല്ല. എന്റെ പൊന്നുമോള് കാര്യം പറഞ്ഞോ. അല്ല, നിന്റെ കൈ കിടന്ന മോതിരം എന്തേ?
എടി നിനക്കറിയാലോ അവന്റെ അമ്മയുടെ കാര്യം. 2 മാസമായിട്ട് അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക. ആ 2 മാസത്തെ EMI മുടങ്ങിയിരിക്കുക. അപ്പൊ മോളി അങ്ങോട്ട് ഊരി കൊടുത്ത്. എടി അവൻ നിർബന്ധിച്ചിട്ടല്ല, ഞാൻ അങ്ങോട്ട് ഊരി കൊടുത്തത്. അത് വിട് എടി, അതല്ലാണ്ടോ നിന്നോട് വേറെ എന്തെങ്കിലും ചോദിച്ചാ? അതല്ലാണ്ട് വേറെ എന്ത് ചോദിക്കുക? നിന്റെ പനിയുടെ കാര്യം അവൻ ചോദിച്ചു എന്നാണ് ഇവളി ചോദിക്കുന്നത്. അതിപ്പോ എടുത്ത് ചോദിക്കാനായിട്ടുണ്ടോ? പനി മാറി കൊണ്ടിട്ടല്ലേ ഞാൻ വന്നത്. സബാഷ്. അപ്പൊ നാളത്തെ ചായം കടി എന്റെ വക. അതെന്തിന്? അവളുടെ ഒരു സന്തോഷം. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ചായയുടെ കിട്ടിയ ടേസ്റ്റ് അതൊരു രക്ഷയില്ല. സത്യം, എപ്പ എന്ത് വാങ്ങിയാലും ഒക്കത്തിനും ഒരേ ടേസ്റ്റ്. അതെ അതെ, ചായന്റെ കടിന് ടേസ്റ്റ് കൂടും ഫ്രീ ആയിട്ട് കിട്ടുമ്പേ. അത് വിട്, ഞാൻ ആ ഹെയർ എക്സ്റ്റൻഷന്റെ കാര്യം സീരിയസ് ആയിട്ട് എടുത്താലോ വിചാരിക്കുന്ന. എന്താ അഭിപ്രായം? നിനക്ക് നല്ലൊരു മുടിയില്ലേ? ഇനി ഹെയർ എക്സ്റ്റൻഷന്റെ ഒക്കെ കാര്യമുണ്ടോ? അതല്ല, എനക്ക് ചെറുപ്പം മുതലേ നല്ല നീളമുള്ള മുടി വേണമെന്നേനോ ആഗ്രഹം. പാരമ്പര്യമായിട്ട് നമുക്ക് മുടിയില്ല. മുടിയില്ലെന്നല്ല, മുടിക്ക് നീളില്ല. എടി, നീ ഇത് സീരിയസ് ആയിട്ടാ പറയണെങ്കിലേ നമുക്കൊരു പണി ചെയ്യാം. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ, ഇതിന്റെ കാര്യം അന്വേഷിച്ചൊന്നും ഇറങ്ങാം. അയ്യോ, നാളെ എനിക്ക് വീട്ടിൽ പോണോന്ന്. അത് അടുത്ത ആഴ്ചയിലും പോവാലാ അല്ലേ? പിന്നല്ലാതെ. വേണമെങ്കിൽ ഞാൻ വീട്ടിൽ ഇപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് ആക്കാം. പക്ഷേ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒന്നിയും കൂടി കൂട്ടിയാലോ? നമുക്ക് വേണ്ടി വീട്ടിൽ പോകേണ്ടി നിൽക്കുന്നതല്ലേ, അപ്പൊ കണ്ടോട്ടെ. സെറ്റാക്കിണ്ട്. ഒന്നും നടന്നില്ലാന്ന്. നടക്കാഞ്ഞിട്ടല്ല, പൈസ കൊടുക്കാൻ വേണ്ടിട്ടാ. ഇതിപ്പോ എത്രാമത്തെ സ്ഥലവും ഇങ്ങനെ വില കൂടുന്ന കാര്യം പറഞ്ഞോണ്ട് കയറി ഇറങ്ങണ. ഇത് സ്വർണത്തിനെക്കാളും പൈസ ഈ സാധനത്തിന്. ഞാൻ അറിഞ്ഞ ഇതങ്ങനെ. ഇത് പിന്നെ വെറുതെ കിട്ടുന്ന സാധനമാണോ? വണ്ടി എടുക്കുക, അടുത്ത സ്ഥലം നോക്കുക. ഇത് നടപടിയാവുന്ന എനിക്ക് തോന്നണില്ലട്ടാ. എനിക്ക് അത്ര പോലും ഇല്ല. അത് ഇവളുടെ ഈ പിശുക്ക് സ്വഭാവം വെച്ച്. അയ്യോ, സത്യം പറഞ്ഞതിന്റെ ബഹുമാനം ഒന്നും വേണ്ട, ഇരിക്കുക. എടി, ഒന്നില്ലെങ്കിൽ നീ സിന്തറ്റിക് ഹെയർ നോക്കുക, അപ്പൊ പൈസക്ക് ലാഭം കിട്ടും. അല്ലെങ്കിൽ നിന്റെ ഉടുക്കത്തെ പിശുക്ക് അങ്ങോട്ട് വിടുക, എന്നിട്ട് നാച്ചുറൽ ഹ്യൂമൻ ഹെയർ നോക്ക്. അല്ല, ഈ സിന്തറ്റിക് ഹെയർ എന്താ സംഭവം? എടി, സിന്തറ്റിക് ഹെയർ എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും മുടി പോലെയൊക്കെ തന്നെ തോന്നിക്കും. പക്ഷെ അത് റിയൽ ഹ്യൂമൻ ഹെയർ അല്ല. നമ്മുടെ ഈ നൈലോൺ പോളിസ്റ്റർ ഒക്കെ പോലത്തെ ആർട്ടിഫിഷ്യൽ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫേക്ക് ഹെയർ. അതുകൊണ്ട് തന്നെ എന്റെ ചീപ്പും റേറ്റ് ആയിരിക്കും. റേറ്റ് ചീപ്പായിരിക്കും. ആ, അതെ. അല്ലടാ, എന്നാ പിന്നെ നിനക്കത് നോക്കിക്കൂടെ? അത് ഇവിടെ അല്ല, ഇതിവിടെ പറ. എന്നാ പിന്നെ നിനക്കത് നോക്കിക്കൂടേനോ? എന്തായാലും ഇത് ഹെയർ എക്സ്റ്റൻഷൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എടി, ആൾക്കാർ എന്ത് വിചാരിക്കും പറയുന്നതിലല്ല കാര്യം. ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ആകുമ്പോൾ അതിന്റെ സുഖം ഒന്ന് വേറെയാ. അല്ലെങ്കിൽ പ്രേമത്തിലെ സൗഭ്യം പറഞ്ഞ കണക്കാവും. എന്നാ പിന്നെ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ അങ്ങ് വാങ്ങിയാ പോരെ? പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. കണ്ണൂരിൽ അറിയപ്പെടുന്ന വലിയൊരു പണക്കാരന്റെ മോള പുള്ളിക്കാരി. എപ്പ അക്കൗണ്ടിൽ നോക്കിയാൽ 50,000 രൂപയിൽ മിനിമം ബാലൻസ് ഉണ്ടാവും. അത് നിനക്ക് അങ്ങനെ അറിയാം? ഒബ്സർവേഷൻ. ഒളിഞ്ഞു നോട്ടത്തിനൊക്കെ ഇപ്പൊ നല്ല സ്റ്റൈല് വേറെ ആണല്ലോ. അല്ല, നമ്മൾ ഈ മുടിയുടെ കാര്യം എന്ത് ചെയ്യും? വിഷയം മാറ്റിയതൊന്നും മനസ്സിലായേ ഇല്ല. അതാണല്ലോ ഇപ്പോഴത്തെ ഇവിടെ വിഷയം, ഹെയർ എക്സ്റ്റൻഷൻ. ഹെയർ എക്സ്റ്റൻഷൻ എന്ത് ചെയ്യും? ഇപ്പൊ ഈ പ്രകൃതി എങ്ങടെ പോണേ? എങ്ങോട്ട് പോണത്? അങ്ങോട്ടെങ്കിലും ആവട്ടെ. അവനിന്ന് വരുമെന്നല്ലേ പറഞ്ഞ? അവനിന്ന് എന്തോ പരിപാടി ഉണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പണയം വെക്കണമായിരിക്കില്ല, അതിന്റെ ഓട്ടത്തിലായിരിക്കും അല്ലേ? ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പൊ അവന്റെ കാര്യം അന്വേഷിച്ചത്? പ്രിയ, നീ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. സംഭവം അവന്റെ പാട്ടും ശബ്ദവും ഒക്കെ സൂപ്പറാ. അവന് കോളേജിൽ കുറേ ഫാൻസും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവന്റെ ലവറാ നീ എന്ന് പറയുമ്പോൾ നിനക്കത് ഭയങ്കര ക്രെഡിറ്റും പ്രൗഡൊക്കെ ആയിരിക്കും. പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവന്റെ 4ാമത്തെ റിലേഷൻഷിപ്പാണ് നീ. എന്ന് വെച്ചാൽ നീ പോയാൽ അവന് വേറൊന്ന്, അത്രേ ഉള്ളൂ. പക്ഷെ നിന്റെ ആദ്യത്തെ. അതുകൊണ്ട് തന്നെ നീ അവനോട് കാണിക്കുന്ന ഡെഡിക്കേഷൻ എത്രത്തോളം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോളെ, ഈ കോളേജ് ലൈഫ് എന്ന് പറയുന്നില്ലേ നമ്മുടെ ജീവിതത്തിലെ ഒരു പാർട്ട് മാത്രമാണ്. ഇപ്പോഴത്തെ ഈ ത്രില്ല് വെച്ച് നിന്റെ എൻ്റെയർ ലൈഫ് ബുദ്ധിമുട്ടിലാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിനക്ക് അവനിലും നല്ല ആളെ കിട്ടൂടാ. അതും കഴിവ് വെച്ചല്ല, പക്ഷെ ക്യാരക്ടർ കൊണ്ട് എന്തായാലും കിട്ടും. എടാ, നിന്റെ കരുതൽ കൊണ്ടിട്ടാണ് എന്നോട് ഈ പറയണേന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതുപോലെ തന്നെ അവനെയും എനിക്കറിയാം. നീ ഇപ്പൊ പറഞ്ഞില്ലേ ഈ പാട്ടിനോടുള്ള ത്രില്ല്, ഈ ക്രെഡിറ്റ്, ഫെയിം, ഇതെല്ലാം കണ്ടാണ് മുമ്പുള്ള ഗേൾസ് അവൻ്റെ കൂടെ വന്നതും നിന്നതും. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ റിയൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോൾ അവരിട്ടിട്ട് പോയത്. പക്ഷെ ഞാൻ അങ്ങനല്ല. അവൻ്റെ നല്ല ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, മോശം സിറ്റുവേഷനിലും ഞാൻ നിൽക്കുന്ന ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തത്. ശരി, നീ പറയണ ആത്മാർത്ഥതയൊക്കെ അവന് നിന്നോടുണ്ടോ? എന്താടാ, നീ എന്നൊന്ന് വിശ്വസിക്കു സാറാ. നീ ഹാപ്പി ആയിട്ടിരുന്നാ മതി. മകളാ, സംഭവം സെറ്റൊക്കെ ഉണ്ട്. പക്ഷെ നീ എനിക്കൊരു കാര്യം ചെയ്യണം. പോകുന്ന വഴിക്ക് ഇവിടെ ഹോസ്റ്റലൊന്ന് കൊണ്ടാക്കണം. നീ ഇതെങ്ങോട്ട് പോണ്? ഞാൻ എൻ്റെ കസിൻ ആർത്തലിൻ്റെ അടുത്ത്. എന്ത് കാര്യത്തിന്? അതിലുണ്ട് മക്കളെ, നാളെ നേരിട്ട് കാണാം.
ആ മോളെ, എടാ നീ എവിടെയാ? ഞാൻ ദേ പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് കേറാൻ പോണ്. അതെയോ, നിനക്കൊന്നും ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? എന്താടാ കാര്യം? അതറിയില്ലടാ, അനു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പള്ളിയിലായിരുന്നു. അത് മനസ്സിലായി. അത് അവൾക്ക് നമ്മളെന്തോ ഒരുമിച്ച് കാണിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആണോ? എന്നാ ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങാട്ടാ. ഓക്കെ ഓക്കെ, ശരി ശരി. അല്ല, അവളെവിടെ? അവള് ഇന്നലെ ആ പോക്ക് പോയതാ, പിന്നെ വന്നിട്ടില്ല. പിന്നെന്താ നീ എന്നെ വിളിച്ചപ്പോ അത് പറയാണ്ടിരുന്നത്? നിനക്ക് ഈ സംശയവും ഓവർ തിങ്കിങ് ഒക്കെ അല്ലേ, അതുകൊണ്ടേ പിന്നെ പറയാന്. ചേട്ടാ, അപ്പൊ ഇങ്ങനെ വേറെ വീട്ടിലൊക്കെ പോയി നിക്കണ നിങ്ങളുടെ ഹോസ്റ്റലിൽ ആന്റിക്ക് പ്രശ്നമില്ലേ? അതിന് ഇന്നലെ അവളുടെ അമ്മ ആന്റിനെ വിളിച്ച് പറഞ്ഞായിരുന്നു അവളിങ്ങനെ ഒരു കസിന്റെ വീട്ടിലാ പോയി നിക്കണേന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സീനൊന്നുമില്ല. ഓ, നീ ഇതെപ്പോ വന്ന് വെറുതെ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്? അയ്യോ, എന്താടി ഒരുമാതിരി മുഖഭാവവും ചിരിയൊക്കെ? എന്താടി നീ ഇവിടെ ചോദിക്ക്. അതിനവിടെ ആരും ഇല്ലല്ലോ. അയ്യോ മോൾ, ഇവിടെ എന്താ പറ്റിയേ? അനു ഇവിടെ ഇരിക്കണേ കണ്ടതാണിപ്പോ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്നു മോൾ, കുറച്ചു മുമ്പോട്ടിരുന്നത് കണ്ടില്ല നീ? ഇത്രയും നാൾ ഒബ്സർവേഷനും ഓവർ തിങ്കിങ്ങും ആയിരുന്നു, ഇപ്പൊ ഹാലൂസിനേഷനും തുടങ്ങിയ. എന്റെ പൊന്നു മോളെ, ഞാൻ പറയണോന്ന് വിശ്വസിക്കടാ. അവളെന്തോ ഒരുമാതിരി ലാവൻഡർ കളർ ബനിയനും ബ്ലൂ ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഇരുന്നായിരുന്നു. എടാ മോളെ, ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്നേ. വന്നല്ല മുതല്. ഇതാണോ നീ പറഞ്ഞ ലാവൻഡർ കളറും ബ്ലൂ ജീൻസും? സത്യമായിട്ട് ഞാൻ കണ്ടത് അവളിവിടെ ഇരിക്കണത്. എന്നോട് പറഞ്ഞു. അവളോട് ഇത് പോയി എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട, നിനക്ക് വല്ല പ്രാന്താന്നേ അവള് പറയുള്ളൂ. മക്കൾ എന്താ പറഞ്ഞ എന്നോട്? ഒന്നെങ്കിൽ ഫേക്ക് ഹെയർ നോക്ക്, അല്ലെങ്കിൽ പൈസേന്റെ ഹെയർ വിട അല്ലേ? ഇത് രണ്ട് കോംപ്രമൈസ് ചെയ്യാണ്ട് എനിക്കൊരു സാധനം കിട്ടി മക്കളെ. ഹെയർ എക്സ്റ്റൻഷൻ. അമ്പോ, ഇത് നീ എവിടെ ഒപ്പിച്ച്? എന്റെ കസിനിലെ ആർദ്ര ഓളെ ഫ്രണ്ട് വഴി ഇട്ടതാ. അവരെങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. 32,000 രൂപ ഇതിന്റെ വില. ഞാനിത് 5,000 രൂപ ഒപ്പിച്ച്. നമ്മൾ വിചാരിച്ചാൽ പറ്റാത്ത കാര്യമുണ്ട്. അതിപ്പോ ലാഭയല്ല. അല്ല, ഇവളെന്തൊന്നും ഇണ്ടാത്ത? അല്ല, ഞാൻ ഓർക്കണേരുന്നു അവരെന്തായിരിക്കും ഈ മുടി കൊടുക്കാനുള്ള കാര്യം. തുടങ്ങിയ അവളുടെ കൊനിഷ്ഠ ചോദ്യങ്ങൾ. അതല്ല, ഇത് കണ്ടിട്ട് അധികം യൂസ് ചെയ്തതായിട്ട് തോന്നണില്ല. മാത്രമല്ല വലിയ ഡാമേജും ഇല്ല. എന്നിട്ട് അവർ 5,000 രൂപയ്ക്ക് തരാനായിട്ട്. എന്റെ പൊന്നു മോളെ, ആദ്യം 15 രൂപ പറഞ്ഞ. ഞാൻ എന്റെ മിടുക്ക് സാമർത്ഥ്യം വെച്ച് 5,000 ഒപ്പിച്ചതാ. ഇല്ലെങ്കിൽ ഇപ്പൊ ഒരാളൊരു സാധനം വാങ്ങി അവർക്ക് അത് പറ്റാണ്ടായ ഒരാൾക്ക് കൊടുക്കുന്നതിനിപ്പോ എന്താ പറ്റുള്ളൂ? പിന്നല്ലാതെ. അല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. അതൊന്ന് തന്നെ നോക്കട്ടെ. നമ്മുടെ പാക്കിൽ ആരെങ്കിലും ഉണ്ടോ? ആരില്ല. ഇവള് പിന്നെ നീ ആദ്യം വീട്ടിൽ പോയി സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങും, അപ്പൊ തന്നെ നിന്റെ പകുതി ഇഷ്യൂ മാറും. ചെല്ലിപ്പോ ഇവിടുതാ. എന്നാ ഞാൻ പോട്ടെ, രാത്രി ആയല്ലെങ്കിലും. ശരി, നാളെ കാണാം. ഞാനത് ചോദിക്കണെന്ന് വെച്ചാൽ സാറൊക്കെ എന്തോ ഒരു മൂഡ് ഓഫ് പോലെ തോന്നിനല്ല, എന്തെന്നാ? അതൊന്നും പറയണ്ട, അവൾക്ക് ഓരോരോ തോന്നല. നീ വന്നേക്കാട്ട് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കണായിരുന്നില്ലേ, അവളുടെ അടുത്ത് നീ വന്നിരുന്നെന്നോ, പിന്നെ എന്തോ ലാവൻഡർ കളറിലെ ടോപ്പോ പാന്റോ ബ്ലൂ ജീൻസോ എന്തൊക്കെയാണ് പറയണ്ടേ, എനിക്കറിയത്തില്ല. അത് കറക്റ്റാ, ഞാൻ ഇന്നലെ അതിട്ടുണ്ടല്ലേ നടന്നത്. അതിന് നിനക്ക് എവിടുന്ന ലാവൻഡർ കളറിലെ ഡ്രസ്സ്? ഞാൻ ഇന്നലെ കോള് വന്നപ്പോ നിന്ന നിപ്പിൽ വിട്ടതല്ലേ. അപ്പൊ മറ്റേ നമ്മളെ ഹെയർ എക്സ്റ്റൻഷന്റെ പാർട്ടി ഇല്ലേ, അവരിന്ന് രാവിലെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മാറാനിടുന്ന ഡ്രസ്സ് ഞാൻ വെറുതെ കൊണ്ടല്ലേ പോയത്. അപ്പൊ ആരുടെ എനിക്കൊരു ഡ്രസ്സ് തന്നു, അതിട്ടോണ്ടാ ഞാൻ അവരെ കാണാൻ പോയി. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയി ഡ്രസ്സ് മാറി ഫ്രഷ് ആയാലും നിങ്ങൾ കാണാൻ വന്നേ. ശരി, എന്തെങ്കിലും ആവട്ടെ, ഇതിന് നീ അവളോട് പോയി പറയാൻ നിൽക്കണ്ടാട്ടോ. എന്നാ പറഞ്ഞിട്ടേ വരുള്ളൂ, ഞാൻ പറയും. എന്നാ നീ ബാക്കി വന്നത് അനുഭവിച്ചോ. എന്നാ പറയുന്നില്ല. അല്ല, കുളിക്കുന്നില്ലേ? അത് നല്ല തീരുമാനം. പ്രിയ, ഞാനല്ലേ അപ്പത്തെ ബോയ്സ് ഹോസ്റ്റലിൽ പുതിയ ചെക്കന്മാര് വന്ന് കേട്ട്, ഒന്ന് അവരെ കണ്ടിട്ട് വരാട്ടാ. ഓക്കേ. ഇവളുറക്കോയാ? അമ്മേ, നീ ഇതെങ്ങനെ ഇവിടെ? സാറ, നീ എന്തിങ്ങനെ ഒരുമാതിരി നോക്കണെന്നെ?
വല്ല പ്രാങ്കാണെങ്കിൽ ഞാൻ അത് പറയട്ടെ. എന്നെ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കല്ലേ. എടി നീ ഇങ്ങോട്ട് നോക്കി ഇവളെന്താ ചെയ്യണേന്ന്. ഇത് ആടാരുള്ളത്? സാറ് ഇവിടെ നിപ്പുണ്ടായിരുന്നു. എടി ഒരുമാതിരി നോട്ടം, പേടിച്ചു പോവും നമ്മള്. ആ അപ്പൊ നീയേനും ആടമ്പള്ളിലെ മനോരോഗി. എടി നീ ഒന്ന് തമാശകളാ. എടി അവളൊരു പെർപ്പിൾ കളറിലെ ടോപ്പ്, ഒരു വൈറ്റ് കളറിലെ എന്തോ ആയിരുന്നു. കണ്ട പേടിയാവും നമുക്ക്. അല്ല നിങ്ങൾ വല്ല പ്രതിജ്ഞ ഞാൻ എടുത്തിട്ടുണ്ട് ഡ്രസ് കോഡ് പറഞ്ഞ് കളിക്കാൻ? ഞാനീ കളിക്കില്ല കേട്ടാ. വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കും. ഞാൻ ഉറങ്ങാൻ പോകുന്ന. കണ്ണാടി നോക്കും മാനായി പുള്ളിമാനെ. ഇന്ന് തന്നെ എന്നാ പിന്നെ ഉദ്ഘാടനം ചെയ്തേക്കാം. ആരോടും പോയി പറയരുതീ കഥ. എന്തുണ്ടായിരുന്നത്? ചേടാ ഈ സാധനം ട്രയൽ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിയാ മതിയേന്. ഇതിപ്പോ ഒരു മാച്ചുമില്ലല്ലോ. പിന്നെ ഊരിയേക്ക. ഇന്നിത് ഇടണ്ട. ദൂരാൻ പറ്റുന്നില്ലല്ലോ. എന്ത് പണ്ടാരത്? ഓ അലാക്കിന്റെ മുടി. ഇതാരെ മുടി ഒന്ന് പടച്ചോനറിയാം. ആ പ്രിയേ ഇതൊന്ന് ഊരിത്തന്നേ. എന്തായാലും തല കഴിച്ചിട്ട് സുഖമില്ല. സുഖം മാത്രല്ല, ഇനി സ്വസ്ഥത ഉണ്ടാവില്ല. അതെന്താ അങ്ങനെ? ഇവിടെ കിടക്ക് ഇടക്ക്. അല്ല നീ ഇതെന്താ നീ നോക്കിക്കൊണ്ടിരിക്കണേ? ഞാൻ നിന്നെ തപ്പിക്കൊണ്ട് തന്നെയാ. നീ അതിന്റെ ഇടക്ക് മുടി ഒരുത്തണ്ട് പറഞ്ഞ. നീ എന്തോ നീ പറയണ? ഞാൻ അവനെ ഫോൺ വിളിച്ച ബാൽക്കണിയിൽ നിൽക്കണായിരുന്നു. നീ വെറുതെ കളിപ്പിക്കല്ലേ മോളെ. നീയല്ലേ വന്ന് മുടി ഉരുത്തന്നത്. ദൈവമേ, ഇവിടെ എല്ലാവർക്കും ഇത് എന്തായി പറ്റണേ. എടി ഞാൻ വന്നിട്ടില്ല ഇങ്ങോട്ട്. അപ്പൊ അതാരാ മുടി ഊരിയിട്ട് സ്വസ്ഥത ഉണ്ടാകാലും പറഞ്ഞ? എടി ഞാനല്ല. അപ്പൊ അത് എന്നെ പ്രേതം. അനുപമേ, എവിടെയോ എന്തോ ഒരു തകരാറുള്ളത് പോലെ. നിനക്കങ്ങനെ തോന്നിയോ? എനിക്കും ഇന്നലെ രാത്രി മുതൽ ഇത് തന്നെ തോന്നുന്നേ. ഇനി അവളുടെ അവസ്ഥ എന്താണാവോ? ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട്. അവളിപ്പോ തന്നെ വരും. ചോദിക്ക്. ചെറുതായിട്ടൊന്ന് ബോധം കെട്ടതാ. പേടിച്ചിട്ട്. ഇതിനും മാത്രം പേടിക്കാനായിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇതെല്ലാം ഒരു തോന്നലായിട്ട് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. സാറാ, ഇത് വെറും ഒരു തോന്നലല്ല ഇവളുടെ. കാരണം എനിക്കും അത് തോന്നാറുണ്ട്. ആ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പൊ എന്നെ ഇമിറ്റേറ്റ് ചെയ്യാ. ഓ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞപ്പോ ഇവിടെ ചിലർക്കൊക്കെ എന്തായിരുന്നു? എനിക്ക് ഹാലൂസിനേഷൻ ആണ്. തിരുത്താനൊക്കെ എന്താ എടുക്ക്. അതെ, ഹാലൂസിനേഷൻ ആണ്. ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ ശരിയാവും. അപ്പൊ മക്കളൊരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി സ്വസ്ഥമായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് തലയ്ക്ക് വെളിവ് വരുമ്പോ നമുക്ക് കോളേജിൽ വെച്ച് കാണാം. അപ്പൊ നീ ഞങ്ങളില്ലാണ്ട് പോവല്ലേ കോളേജിലേക്ക്? സാധാരണ കേസിൽ പോവാറില്ല. പിന്നെ ഇന്നെന്താ പ്രത്യേകത? ഇന്നൊരു ന്യൂ അഡ്മിഷൻ വരുന്നുണ്ട്. നമ്മള് സിംഗിൾസ് ഇവിടെ നിൽക്കുമ്പോ സെറ്റായ ആൾക്കാര് പിന്നെ സെറ്റാക്കിയാ മതി ട്ടോ. ആ പറഞ്ഞില്ല. ആണോ പെണ്ണോ? പെണ്ണാണെങ്കിൽ ഞാൻ എന്തിനാ പോണത്? ഇത് എന്നാ പിന്നെ ഞാനും. എന്നാ പിന്നെ എന്തിനാ ഇവിടെ ലീവ് എടുത്തിരിക്കണേ? ഒരുമിച്ച് പോവാ. അല്ല ഇത് വെക്കണില്ലേ? കൊറേ കഷ്ടപ്പെട്ട് വിലപേശി കച്ചവടം ഉറപ്പിച്ചു വാങ്ങിയ സാധനം. ഇന്നിനൊരു മൂടില്ല. അല്ലെങ്കിൽ ഈ സാധനം നിന്റെ തലയായിട്ട് പൊരുത്തപ്പെട്ട് വരണ്ടേ? നാളെ സെറ്റാക്കാം. ആയിക്കോട്ടെ. മതി. അപ്പൊ പോവല്ലേ? ആ പോവാ. ഇവളെ ഒബ്സർവേഷൻ സ്കില്ലെല്ലാം കൊള്ളാം. പക്ഷെ ന്യൂ അഡ്മിഷൻ ഉണ്ടല്ലോ, മൂപ്പര് നമ്മുടെ ക്ലാസ്സിലല്ല, അപ്പുറത്തെ ക്ലാസ്സിലേക്കാ വിട്ടെ. എന്തായാലും ന്യൂ അഡ്മിഷൻ വരുമെന്ന് പറഞ്ഞിട്ട് അത് വന്നല്ല. നമ്മുടെ ക്ലാസ്സിൽ വരുമെന്ന് പറഞ്ഞിട്ട് അതും പോയി. പിന്നെ ചെറിയ ട്വിസ്റ്റ് ഒന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ ആനി ടീച്ചർ ഒന്ന് നമ്മുടെ ക്ലാസ്സിൽ സീറ്റ് അവൈലബിലിറ്റി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ പുതിയ ആളെ നമ്മളിലേക്ക് വിടാനായിരിക്കുന്നു. അപ്പുറത്തെ കോഴ്സിലെ പെണ്ണിന് ഇങ്ങോട്ട് ഇട്ടിട്ട് ഈ ന്യൂ അഡ്മിഷൻ അങ്ങോട്ട് ഇടാനാന്ന് എനിക്കറിയാറുണ്ട്. അത് നഷ്ടമായി പോയി. നിന്നെയൊക്കെ പേടിച്ചിട്ട് പോത്തെ അവൻ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് വിട്ടോ. എന്തായാലും പ്രായം അങ്ങോട്ട് മടക്കിയാളി. അതൊക്കെ പോട്ടെ. ഇന്നത്തെ ഇതിന്റെ ബില്ല് ആര് കൊടുക്കും? പറയണോണ്ടൊന്നും തോന്നരുത്. ഇന്നലത്തെ ബില്ല് ഞാൻ കൊടുത്തു, അതിന് മുമ്പുള്ള ബില്ല് ഇവള് കൊടുത്തു. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. വല്ലപ്പോഴെങ്കിലും നിനക്കൊരു ചാൻസ് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ തോന്നും? സത്യം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? നല്ലോണം തോന്നും. തോന്നൂന്ന്
മാത്രോ നമ്മുടെയൊക്കെ കയ്യിൽ 500, 350 രൂപ 50 പൈസയൊക്കെ വെച്ച് ഞങ്ങൾ ഈ ബില്ലടച്ചു. കറക്റ്റ്. ഇതെങ്ങനെ നിനക്ക് മനസ്സിലായി? കണ്ടിന്യൂ. ഇത്രയും രൂപ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ ബില്ലൊക്കെ പേ ചെയ്തുകൊണ്ടിരിക്കണേ. ഇവളുടെ കയ്യിൽ 1000 ഉണ്ടാവും, എന്നാലും 10ന്റെ പൈസ എടുത്തു കൊടുക്കണമല്ലോ. സത്യം പറയാലാം, ഞാൻ ആ ഹെയർ എക്സ്റ്റൻഷൻ കിട്ടിയ വക ചെലവ് ചെയ്യണമെന്ന് വെച്ചിട്ട് വന്നതാ. പക്ഷെ ഞാനില്ലേ ഫോൺ എടുക്കാൻ മറന്നുപോയി. സ്വാഭാവികം. ആ നമ്പറൊക്കെ ഇവളുടെ അടുത്ത് ഇളക്കും. നീ ഫോൺ ഉള്ളപ്പോഴും പേഴ്സിൽ നിന്ന് പൈസ എടുത്താണ് എപ്പോഴും കൊടുക്കാറ്. അതെ, പക്ഷെ പേഴ്സ് എടുത്തിട്ടില്ല. ഇവളിത് പറയുന്ന എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ പേഴ്സ് നോക്കിയാൽ എന്റെ ബാഗിൽ ഇട്ടിട്ടുണ്ട്. വളരെ ആകുമെന്ന് ഓർമ്മ. അതൊക്കെ നീ ഇത് എടുത്തോണ്ട് കോളേജിലേക്ക് വന്നാ? ഞാനിത് ഹോസ്റ്റലിൽ വെച്ചിട്ട് വന്നതാണ്. ആ ശരിയാണ്. കാര്യം ഇവളുടെ തലയിട്ട് പുറത്തേപ്പെടണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ ആ ടേബിളിന്റെ ഷെൽഫിന്റെ എന്തോ പൊക്കത്തല്ലേ വെച്ചിട്ട്. പിന്നെ എങ്ങനെ വരാം? നമുക്ക് കണ്ണും കണ്ണു നോക്കി പിന്നെ കളിക്കാം. നീ ആദ്യം ബില്ല് കൊടുക്കേ. ബില്ല് കൊടുക്കാണ്ടിരിക്കാനുള്ള ഓരോരോ അടവുകളെ അതും തന്നോളൂ. ഞാനെന്ത് ചുമട്ട് വാങ്ങിയാ? നിങ്ങളുടെയൊക്കെ ബുക്ക് സാധനങ്ങൾ ഈ ബാഗിൽ ഇട്ടിട്ട് ഞാൻ മാത്രം ചുമന്നുകൊണ്ട് കിടക്കണം. പിടിച്ചേ. പിന്നെ നീ ഞാനതല്ല ആലോചിക്കുന്നത്. ആ മുടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരെ തോന്നിയാ നിങ്ങൾക്ക്? ആ തോന്നി. ഇത് നീ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചത് കാരണം ഇത് എങ്ങനെ പറയുന്നു ഓർത്തിട്ടാ. ഈ മുടി നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം എന്തൊക്കെയോ ഓരോരോ തോന്നലുകളാ. എടാ, അത് തോന്നല് മാത്രമായിരിക്കും. നമ്മൾ ഈ കേട്ടിട്ടില്ലേ, ഈ ഹൃദയം മാറ്റി വെച്ചവര് അല്ലെങ്കിൽ കയ്യിലെ കാലിന്റെ ഒക്കെ വിരല് മാറിയിട്ട് പോയിട്ട് വേറെ ആരുടെങ്കിലും ഒക്കെ വിരൽ ജോയിൻ ചെയ്യണവര്, അവർക്ക് അതായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതേപോലെ എത്ര വന്നാലും നീ വാങ്ങിയേക്കണ ആരുടെ ഒരാളുടെ റിയൽ ഹെയർ തന്നെയായിരുന്നു. നമ്മളോട് അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം. അതായിരിക്കാം ഈ ഒരു പ്രസൻസും തോന്നലൊക്കെ തോന്നണത്. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതായിരിക്കും അല്ലേ? അല്ല, നിങ്ങൾ മുടിയാണ് റീസൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. അപ്പൊ ശരിക്കും ഈ മുടി തന്നെയല്ലേ ഈ തോന്നലിന്റെ റീസൺ? ഇനി ചിലപ്പോ ബാത്റൂമിലേക്ക് വാങ്ങിയ ക്ലോസറ്റിലെ ബ്രഷ്. പിന്നെ ബാത്റൂമിൽ മേടിച്ച ക്ലോസറ്റിൽ എന്റെ ബ്രഷിലല്ലേ പ്രേതിരിക്കണത്? പ്രേതോ? നിങ്ങളിത് എന്ത് കഥയൊക്കെ പറയണത്? പിന്നെ നീ എന്തോർത്തിട്ട് ഇത്ര സ്റ്റഡി ക്ലാസ് എടുത്തത് ഞങ്ങക്ക്? ഒരു പുതിയ സാധനം വരുമ്പോ അതായിട്ട് പൊരുത്തപ്പെടാനുള്ള നമ്മുടെ മാനസിക ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് തന്നെ നമ്മള് പ്രേതം എന്ന് പറഞ്ഞത്. അതെ. അല്ല, നിനക്ക് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. മോളെ, നിനക്കാ? എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോ എന്നാ എനിക്ക് തീരെ വിശ്വാസമില്ല. ഇതൊക്കെ മനസ്സിന്റെ ഒരു തോന്നലായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഒരു പണി, നിങ്ങൾ തമ്മിൽ പ്രേതകഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ പോണു. നാളെ കാണാതെ. അല്ല, നമ്മുടെ ബുക്ക് സാധനമല്ല. അത് നമുക്ക് നാളെ എടുക്കാം. അനു, അവള് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു തോന്നലായിരിക്കല്ലേ അനു? ഇനിയിപ്പൊ അങ്ങനെ വിശ്വസിക്ക, വേറെന്ത് ചെയ്യാനാ? അനു, നമ്മളാരെ ഫോളോ ചെയ്യണ പോലെ എനിക്ക് തോന്നണം. തിരിഞ്ഞു നോക്കണ്ട, നമുക്ക് ഹോസ്റ്റലിലേക്ക് വിടാം. എന്താടി? എടി, എനിക്ക് പേടിയാവണടി. അപ്പൊ ഞാനോ? എടി, എന്തൊക്കെയാടി ഇവിടെ നടക്കണത്? ഒന്നും നോക്കണ്ട. അമ്മേ, എന്താടി പ്രശ്നം? നിന്റെ കയ്യിലുള്ള ആ മുടി ഒന്ന് കാണിച്ചു സാറാ. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വന്നായിരുന്നു. ഇന്നലെ നിങ്ങളുടെ കുറച്ച് സാധനങ്ങളില്ലേ എന്റെ ബാഗിൽ ഇട്ടിട്ട് നിങ്ങൾ എടുക്കാൻ വിട്ടുപോയി. ഈ സാധനം നിന്റെ കയ്യിലില്ലേനു ഇന്നലെ? അതെ. പക്ഷെ ഇത് നമ്മൾ ഇന്നലെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അതെ, ഇത് തോന്നലാന്ന് മാത്രം പറയാൻ വരട്ടെടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോന്നല് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് തോന്നില്ലല്ലോ. എടാ മോളെ, ഇത് എന്താ സംഭവം എന്ന് അറിയോ? നമ്മളൊരു കാര്യത്തിനെ പറ്റി കുറേ ചിന്തിക്കുകയും അത് മാത്രം ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ആ സംഭവം റിയലായിട്ടൊക്കെ തോന്നും. ഫോർ എൻ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പറ്റി കുറേ ചിന്തിക്കുകയും പറയുകയും ചെയ്തെന്ന് ഓർത്തോ, നമ്മുടെ ആ റീസെന്റ് ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും കാണുന്ന സ്വപ്നത്തിൽ സെയിം സിറ്റുവേഷനും സെയിം ആളും വരും. അത് സത്യം, ഞാനത് കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇതും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇന്നലെ പോണ വഴി മൊത്തം ഇതിനെപ്പറ്റി ആയിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും രണ്ടുപേർക്കും അതേ രീതിയിലുള്ള സംഭവമൊക്കെ തോന്നിയത്.
അത് ശരിയാ, കാരണം ഓൾറെഡി എനിക്ക് ഇവള് മനസ്സിൽ ഒരു പേടി കിടപ്പുണ്ട്. അപ്പൊ ഞാൻ കണ്ട സാധനം ഇവക്ക് അത് കറക്റ്റാ ഇപ്പോഴും പോയിട്ടില്ല. നിനക്ക് ഓർമ്മയില്ലേ അന്ന് അവിടെ വെച്ച് ഞാൻ ഇവളെ കണ്ടെന്നും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കിയത്? അതെന്തുകൊണ്ടാ? ഇവളവിടെ എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ തുടങ്ങി എന്റെ മൈൻഡ് മാറാൻ തുടങ്ങി. അപ്പൊ ഇവളെ പറ്റി ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോ അങ്ങനെ വന്നൊരു തോന്നലാണത്. പ്രിയ, പക്ഷെ നമ്മളന്ന് അതെന്താ നീ ഇവിടെ തടഞ്ഞത് പറയാൻ? അന്ന് ഇവളുണ്ടായിരുന്നില്ലല്ലോ, അത് പറയാൻ വന്നു. എന്തായാലും നിന്റെ സാധനം ഞാൻ നിന്നെ തന്നെ ഭദ്രമാക്കി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇത് നീ തന്നെ വെച്ചോ. എന്തിന്? ഒന്നാമത്തെ കാര്യം ഞാൻ കസിന്റെ കല്യാണമായിട്ട് 2 ദിവസത്തേക്ക് നാട്ടിലേക്ക് പോവാം. പിന്നെ രണ്ടാമത്തെ കാര്യം ഉള്ള കാര്യം പറയാലാ, എനിക്ക് ഈ പ്രയത്നം പോലും നല്ല വിശ്വാസമുണ്ട്, പേടിയുണ്ട്. അതുകൊണ്ട് നീ ഇത് വെച്ചോ. അമ്പടാ, ഈ പ്രേതമുള്ള സാധനം എന്റെ തലയിലിരിക്കട്ടെ അല്ല, നിനക്കിതിൽ വിശ്വാസമില്ലാന്നല്ലേ പറഞ്ഞത്. അപ്പൊ നീ ഇത് വീട്ടിൽ കൊണ്ടുപോയി നിനക്കിതിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഓക്കെ. കോളേജ് ലൈഫൊക്കെ എങ്ങനെ പോണ്? കറക്കവും ചായപൊടി മാത്രമേ ഉള്ള പഠിപ്പ് കടങ്ങണല്ലേ? എല്ലാം ഉണ്ട് ആവശ്യത്തിന്. അല്ല, ആ മുടി വാങ്ങിയിട്ട് എന്തായി? അനു അതും വെച്ചാ ക്ലാസ്സിൽ തന്നെ? അത് പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തേ. നിങ്ങള് ഹെയർ എക്സ്റ്റൻഷൻ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഇപ്പൊ കാണിച്ചു തരാം. ഇതെവിടെ പോയി? ഇതെപ്പോഴാ ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്? ഇതാണ് സാധനം. 32,000 രൂപയുടെ മുതലാ. എൻ്റെ അമ്മോ, 32,000 രൂപയെ നോക്കട്ടെ. 32,000 രൂപ അന്ന് തന്നെ തലേന്ന് എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മാത്രമല്ല അറിയൂ. അമ്മച്ചി എന്തീ പറയണേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. തോന്നിയതാണ്. അല്ല, ഇത്രയും പൈസ കൊടുത്ത് അനുഭവം മേടിച്ചോ? ഇല്ല, ഇതവക്ക് അവളുടെ കസിന്റെ ഏതോ ഫ്രണ്ട് ഉപയോഗിച്ച സാധനം ആയതുകൊണ്ട് 5,000 രൂപയ്ക്ക് കിട്ടി. ഞാൻ ഓർക്ക് ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചോ? അല്ല, അതിരിക്കട്ടെ, ഈ അനുവിന് മേടിച്ച സാധനം മോള് ഇതിനെ കൊണ്ടുനടക്കണേ? അതെന്താന്ന് വെച്ചാൽ ഇതറിയാണ്ട് എന്റെ ബാഗിലായിപ്പോയി ഇന്ന്. അങ്ങനെ എന്തൊക്കെ സാധനങ്ങളല്ലേ, ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് തന്നെ. സൂക്ഷിച്ചോ. 2-3 ദിവസത്തെ കാര്യല്ലേ, ഞാനതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ എന്തായാലും ടൈം ഇട്ടാൻ വിളിക്കട്ടാ. ശരി. അപ്പൊ അയ്യോ, ഇപ്പൊ കറണ്ട് പോയത് പതിവില്ലാത്തയാണല്ലേ. ഇതെന്തെടുക്കാത്ത? 9 മണിക്ക് ക്ലാസ്സിൽ കയറേണ്ട ആള് 8:45 ഭക്ഷണം കഴിക്കാൻ വന്നാൽ മതിയാ? ഇന്ന് രാവിലത്തെ പീരീഡ് ഇല്ലല്ലോ വിദ്യാമിസിന്റെ. ആള് ഭയങ്കര പാവോ, 10 മിനിറ്റ് ലേറ്റ് ആയാലും അറ്റൻഡൻസ് വരും. അത് മുതലാക്കരുത് കേട്ടാ. എന്നാ ലേറ്റ് ആവാതെ വേഗം ഭക്ഷണം കഴിച്ച് പോവാൻ നോക്ക്. ഭക്ഷണം കിട്ടിയില്ല. ദേ ഇവിടെ ഇരിക്കുന്നത്, വന്നെടുത്ത് കഴിക്കേ. ഓ, ഇയാളിപ്പോ വലിയ ആളായി പോയതാ. ഇത്രയും നാളും നമുക്ക് ടൈം ടേബിളിലേക്ക് ഫുഡ് എടുത്തു തന്നോണ്ടിരുന്ന ആളാ. പെട്ടെന്ന് അമ്മച്ചിയുടെ ബോഡി ലാംഗ്വേജിനൊരു മാറ്റം പോലെ. ക്ലാസ്സിൽ പോവാൻ നേരത്ത് പല തോന്നലും ഉണ്ടാവും. ഇപ്പൊ തൽക്കാലം ഫുഡ് കഴിച്ച് പോവാൻ നോക്കുമോള്. എടാ, നിനക്കിത് എന്താ പറ്റിയേ? കാലത്ത് തുടങ്ങിയാ ശ്രദ്ധിക്കണേണ്, ക്ലാസ്സിൽ ഒരു വക ശ്രദ്ധിക്കണമില്ല. നീ ഇന്നലെ രാത്രി മര്യാദക്ക് ഉറങ്ങിയില്ലേ? അല്ല, നിനക്ക് ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായേ? എങ്ങനെ ഉണ്ടാവാൻ, സാധാരണ പോലെ തന്നെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല, നീ എന്തിനാ രാത്രി ഫോൺ എടുക്കാഞ്ഞ വിളിച്ചപ്പോ? ഞാനത് ഉറങ്ങണായിരുന്നു.
ആണല്ലേ? അല്ല അതല്ല, അല്ല ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറ. അവള് പോയാ? ഓളെപ്പോഴേ രക്ഷപ്പെട്ട്. അല്ല ഓള് വിട്ടു പോയല്ലോ. ഓ, അപ്പൊ അവളില്ലാണ്ട് വേണം ഇനി 2-3 ദിവസം നിനക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ. എടി അങ്ങനെ വല്ല പേടിയുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് നിന്നോ. അതിലും പേര് ഞാൻ ഹോസ്റ്റലിൽ ഒറ്റക്ക് നിന്നതാ, ഞാനില്ല അങ്ങോട്ട്. അതെന്താ അങ്ങനെ? അല്ല ഒന്നുമില്ല. എടി നീ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞ. കുറെ നേരമായി അവിടെ ഇവിടെ തൊടാണ്ട് ഒരുമാതിരി വർത്താനം. കാര്യം എടി സത്യം പറയാലോ, ഞാൻ അന്ന് നിന്നോട് പറയണമെന്ന് വെച്ചൊരു കാര്യം. അത് പ്രിയ പറയണ്ടെന്ന് പറഞ്ഞിട്ടാ, നിന്നെ കൂടി പേടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട്. നീ എന്നാ ലാവൻഡർ കളർ ഡ്രസ്സ് ഇട്ട് എന്നെ കണ്ടെന്ന് പറഞ്ഞ ദിവസമില്ലേ, അതേ ഡ്രസ്സ് എനിക്ക് ആരുടെ ഇടാൻ തന്നത്. ആ സെയിം ഡ്രസ്സ് ഇട്ടോണ്ടാ ഞാൻ ആ വീട്ടിൽ പോയി മുടി എടുത്തോണ്ട് വന്നത്. എടുത്തോണ്ട് വരെ? അല്ല, വാങ്ങിച്ചോണ്ട് വന്നത്. അതിന് സത്യം പറ, നീ ആ മുടി വാങ്ങിയത് തന്നെയല്ലേ? അതല്ലതേ. അല്ല, നിനക്കിത് ഞാൻ പറഞ്ഞിട്ട് ഒന്നും തോന്നുന്നില്ലേ? എന്ത് തോന്നാൻ? എടി, ഞാൻ ആടിട്ട ഡ്രസ്സിന്റെ കളർ നീ എങ്ങനെ ഈടിരുന്ന് കണ്ടത്? എന്റെ മോൾ, അതൊക്കെ എന്തിനാ ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കണേ? അതൊക്കെ ജസ്റ്റ് ഒരു കോയിൻസിഡന്റ് ആയിക്കൂടെ? ഓ, എന്നെ ഓവർ തിങ്കർ എന്ന് രണ്ടും കൂടി പറഞ്ഞു ഇപ്പൊ എന്നെ കടത്തി വെട്ടണ ഓവർ തിങ്കേഴ്സ് ആയി നിങ്ങള്. എടി, അത് മാത്രല്ല, എനക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത്? ആരോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. നീ ചുമ്മാ തമാശ പറയല്ലോ. നിനക്ക് എന്റെ മുഖം കണ്ട് തമാശ പറയുന്ന പോലെ തോന്നുന്നുണ്ടോ ഇപ്പൊ? സാറാ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇപ്പൊ പറയുന്നതും ഇനി പറയാൻ പോകുന്നതും ഒന്നും തമാശയല്ല. എടി, ഞാനന്ന് ബോധം കെട്ട് വീണതും പ്രിയക്ക് തോന്നിയതും നമ്മൾ രണ്ടാളും കണ്ടെന്ന് പറഞ്ഞതും ഒന്നും നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. അമ്മേ, പ്രിയ എന്നിട്ടാണ് പുല്ല് ആ സാധനം നീ എന്നെ ഏൽപ്പിച്ചത്. നിനക്ക് ഈ പ്രയത്തിലും ഭൂതത്തിലും വിശ്വാസമില്ലാന്നല്ലേ പറഞ്ഞത്? അറിയണ്ടായിരുന്നു. അല്ല, ഇതിനെന്തൊരു ആട്ടം? അത് കാറ്റിന്റെ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം. എടി, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആരോ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അതെന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അത് പറയാൻ ഞാൻ ഇന്നലെ രാത്രി നിന്നെ വിളിച്ച്. നീയായിട്ട് തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് അതേ നീ തന്നെ എന്നെ വേറൊരാൾക്ക് ഏൽപ്പിച്ചു. പക്ഷെ എന്റെ ലക്ഷ്യം നേടാനുള്ള ആൾ അവിടെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എന്റെ അമ്മേ, നിങ്ങൾക്കൊക്കെ ഇത്ര ധൈര്യോ? കാര്യം തോന്നലായിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് കേട്ടിരിക്കാനായിട്ടൊരു ധൈര്യം വേണമല്ലോ. ഞാനേ ഉച്ചയിന് ക്ലാസ്സിലേക്കില്ല. നമുക്ക് വീട്ടിൽ പോട്ടെ. അന്നാ ഞാൻ ഹോസ്റ്റലിലേക്ക് പോന്നാ. ആ, വേഗം ചെല്ലി. ഇപ്പൊ ഇവിടെ കമ്പനിക്കാരുണ്ടല്ലോ മിണ്ടിയും പറഞ്ഞിരിക്കാൻ. പിന്നെ നാളെ ഞാൻ നിന്റെ മുടി കൊണ്ട് തരും. അത് നീ കത്തിക്കേ ഉപയോഗിക്കേ എന്ത് വേണേ ചെയ്തോ. ഇന്നെന്താ ക്ലാസ് നേരത്തെ കഴിഞ്ഞാ? പിന്നെ എന്റെ വയറിനൊരു സുഖം ഉണ്ടായില്ല. അപ്പൊ ഉച്ചയിനപ്പൊ ലീവ് എടുത്ത്. ഇത് വലിയ കഷ്ടായില്ല. കോളേജിന്റെ അടുത്ത് വീടുള്ളത് കൊണ്ട് തോന്നുമ്പോ ഇപ്പൊ വരാല്ലോ നിങ്ങക്ക്. അതിനിപ്പോ എന്തിനാ വീട്? ഇപ്പൊ ഹോസ്റ്റലിൽ ഞാൻ നിന്നെങ്കിൽ തോന്നുമ്പോ എനിക്ക് ഹോസ്റ്റലിൽ ഇറങ്ങാൻ കയറുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു പാരന്റ് പോലും അവിടെ ഉണ്ടാവില്ല. ചെറുതല. ഞാൻ ഈ കസേര വിളിച്ചിട്ടിരിക്കുമ്പോ മുടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കണോന്ന് ഓർത്തിരിക്കണായിരുന്നു. നീ എന്തെന്ന് അവക്കുണ്ടേ കൊടുക്കാഞ്ഞ്? അതമ്മ, ഞാനിത് എടുക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ, ആരോ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അതെന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. എന്നെ ഒഴിവാക്കാൻ ആലോചിക്കുകയാണല്ലേ? പക്ഷെ നടക്കില്ല. എന്റെ ലക്ഷ്യം സാധിക്കാതെ എനിക്കിനി ഒരു മടക്കമില്ല. എന്താ? ഞാനേ ഒരു പണിയെ മുടി ഇപ്പൊ തന്നെ അവക്കൊന്നും കൊണ്ട് കൊടുത്തിട്ട് വരാട്ടാ. ഓ, ഇയാളിവിടെ കുളിച്ച് കുറിയും തൊട്ട് മിടിക്കായിട്ടിരിക്കണല്ലേ. കുരിശിപ്പ എന്റെ ഉണ്ടല്ലോ. പേടിച്ചാ എനിക്ക് ഭക്തി കൂടും. കിട്ടി. ഇത് പിടിച്ച നിന്റെ സാധനം. മര്യാദക്ക് ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന് ഞാൻ അറിഞ്ഞു. എന്റെ അടുത്ത് കുറെ ചാണാപ്പുളി കഥ അടിച്ചിട്ട് ഇനിയിപ്പം ഓരോന്നും തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എടി, ഒന്നും പറയണ്ട. നീയായിട്ട് നിന്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി പൊക്കിക്കൊണ്ടുവന്ന കുരിശത് നീ തന്നെ ചുമന്നു. സാറ് നീ കൊള്ളാട്ടാ. സുഹൃത്തിന് ഒരു കഷ്ടപ്പാട് വരുമ്പോ ഇങ്ങനെ കൈയൊഴിയുന്നാലേ. അപ്പൊ ഒരു തെറ്റും ചെയ്യാത്ത ഈ ഫ്രണ്ടിനെ അറിഞ്ഞുകൊണ്ട് ആപത്തിലേക്ക് തള്ളിയിട്ടതോ? അത് നമുക്കൊരു പണി ചെയ്യാം. ഇതങ്ങ് കത്തിച്ചടഞ്ഞാലാരാ? നല്ല തീരുമാനം. അപ്പൊ എന്റെ മോളിൽ ഇത് ഇവിടെ നിന്ന് കത്തിക്ക്.
അല്ല നമുക്ക് ഒരുമിച്ച് കത്തിക്കാന്നാ ഞാൻ പറഞ്ഞേ. ശരി, എന്നാ ആന്റിനോട് പറഞ്ഞിട്ട് വാ, നമുക്കിന്ന് എന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ പോണ്ട, ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നാണ്. പറഞ്ഞിട്ട് വാ. പറയാം. എന്തെങ്കിലും ഒരു സ്വസ്ഥമായിട്ട് കിടന്നോ. സത്യം, മോള് കിടന്നോണ്ട, ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ഇവിടെ ഇത്ര നന്നായിട്ട് വായിക്കൂ? നിനക്ക് എവിടെന്നാ സാധനം കിട്ടിയത്? അത് ഞാൻ ഇത് ഇങ്ങോട്ടൊന്നും പറയണ്ട, എവിടെന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടേ കൊടുത്തേക്ക്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ അവളും പറഞ്ഞതൊക്കെ ശരിയാണ്. ആ ഹെയർ എക്സ്റ്റൻഷൻ എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് പ്രേതമാണോ ഭൂതമാണോ വേറെ എന്തെങ്കിലും ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്ത് പണ്ടാറാണെങ്കിലും അത് എവിടെന്നാ വാങ്ങിച്ച് അവിടെ തന്നെ നീ അത് കൊണ്ടേ കൊടുത്തേക്ക്. എന്തായാലും ഇനി അത് ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. ഇന്നലെ അത്രയും വലിയ ബഹളം കേട്ടിട്ട് പപ്പയും എണീറ്റ് കണ്ടിരുന്നത് എന്റെ ഭാഗ്യം. പക്ഷെ അത് ഞാൻ വാങ്ങിയതല്ല. എനിക്ക് അപ്പോഴേ തോന്നി നീ അത് എന്തോ ഒരു ഉടായ്പിന് ഒപ്പിച്ചെടുത്തതാന്ന്. സത്യം പറഞ്ഞ നീ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നാണോ? അത് ഞാൻ പറയാം. എടി, എനക്ക് നിങ്ങളാരും അറിയാത്ത ചെറിയൊരു ഏർപ്പാടുണ്ട്. എന്ത്? നിങ്ങളെന്നല്ല, എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല. അച്ഛൻ പോക്കറ്റ് മണി തരുന്ന പൈസ ഞാൻ ഇടക്ക് പലിശ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ അന്ന് ആർദ്രന്റെ വീട്ടിൽ പോയില്ലേ ഹെയർ എക്സ്റ്റൻഷൻ നോക്കാൻ വേണ്ടി, അത് ശരിക്കൊന്നും നടന്നിട്ടില്ല. ഞാൻ എന്തായാലും പെട്രോൾ അടിച്ച് ആ വഴി പോയതല്ലേ എന്ന് വിചാരിച്ച് ഒരു ചേട്ടൻ എനിക്ക് 2 മാസത്തെ പലിശ മുടങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിലും കൂടി ഒന്ന് കയറിയതാ. അല്ല ഇതാരെ അനുപമേ? സുഖല്ലേ മോളെ? ഓ സുഖ. എന്താ പതിവില്ലായിട്ട് ഇങ്ങോട്ട്? ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കയറിയതാ. ഓക്കെ, എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കട്ടെ, ഞാൻ ചായ എടുത്തിട്ട് വരാവേ. ചേട്ടാ, പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. സംഭവം ഞാൻ ഈ പലിശക്ക് പൈസ വാങ്ങുന്ന ആരും എന്റെ അച്ഛൻ അറിയില്ല. പക്ഷെ പൈസ വാങ്ങിയാൽ നിങ്ങൾക്കൊരു നേരം അറിയാൻ വേണ്ടി തിരിച്ചു തരാനുള്ളത്. ചേട്ടന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മോനായതുകൊണ്ട് ഞാൻ ഇത്രയും ഗ്യാപ്പ് തന്നെ ഇനി സമയം തരാൻ പറ്റില്ല. പിന്നെ ചേട്ടനായതുകൊണ്ട് ഞാനൊരു ഓഫർ തരാം. മുതല് മൊത്തം ഇപ്പൊ തരാൻ പറ്റുമെങ്കിൽ പലിശ വേണ്ട. അന്നെന്റെ പലിശ മൊത്തം തന്നേക്ക്. ആ അതെനക്കറിയാം. എന്തായാലും മോള് ഇത്ര സവാസം എനിക്ക് തന്നു. ഒരു 2 ആഴ്ചയും കൂടി തന്നു. ഒരു ചിട്ടി വിളിക്കാനും കൂടി. ആ ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫുൾ ക്യാഷ് ഞാൻ സെറ്റ് ചെയ്തു. അത് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. നീ അഡ്ജസ്റ്റ് അതെന്താ? ഇത് ഹെയർ എക്സ്റ്റൻഷൻ അല്ലേ? ഇത് ആരെയുടെ യൂസ് ചെയ്യുന്നേ? ഞാൻ നോക്കിക്കോട്ടെ. ഇത് ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ആണല്ലോ. നല്ല പൈസ ആയിക്കാണല്ലോ ഇതിന്. ആ അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാനെല്ലാം പൈസയുണ്ട്. എന്റെ കാശ് തരാൻ നിങ്ങൾക്ക് പറ്റൂല. അന്ന് ഇതേ അഡ്ജസ്റ്റ്മെന്റിൽ എനിക്കോട് ഒപ്പിച്ചാൻ പറ്റുമോ? അനുപമ ഈ ഹെയർ എക്സ്റ്റൻഷൻ നോക്കുന്നുണ്ടോ? പിന്നെ ഇത് അന്വേഷിച്ച് നടക്കാൻ സ്ഥലമല്ലേ, ഒടുക്കത്തെ റേറ്റ് അല്ലേ ഇതിന്. ഇത് ഓക്കെയാണോ? ഇത് ഓക്കെയാണ്, ഞാൻ ഇതാ അന്വേഷിച്ചോണ്ടിരുന്നത്. എന്നാ ഇത് തന്നെ എടുത്തോ. അപ്പോ വൈഫിന്? വൈഫ് ഉപയോഗിക്കാറൊന്നുമില്ല. ഇത് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കണം. ഇതിന്റെ പൈസ? പൈസ ഒന്നും വേണ്ട, എടുത്തോ. എന്നാ ചേട്ടന് ഈ മാസത്തെ പലിശ തരണ്ട. വളരെ ഉപകാരം. അപ്പൊ അവർക്ക് ഇത്രയും നാളും തലവേന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാൻഡ്രാക്ക് തലേനീണ് സന്തോഷത്തോടെ നീ സ്വീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ? അത് പോട്ടെ, എന്തായാലും സാധനം അവർക്ക് ഇനി തിരിച്ചു കൊടുത്തേക്ക്. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? അയാൾ തരണ്ടായ മുഴുവൻ പൈസ ഇന്നലെ രാത്രി തന്നു തീർത്ത്. ശരി, ഈ സാധനം കൊടുക്കണ്ട. എന്തുകൊണ്ടാണ് അയാളത് തരാനുള്ള കാരണം പോയി ഒന്ന് അന്വേഷിക്കാലോ. ആ അതന്വേഷിക്കാം. എന്നാ ഇനിയിപ്പോ നാളെ എന്തായാലും ലീവ് പറയാം. സെം എക്സാം നല്ലത്. അയ്യോ, അതിന്റെ കാര്യം കേട്ടപ്പോ എന്തായാലും പൊട്ടി. ഓ, അതിപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും നീ എന്തായാലും പൊട്ടും.
വീടുന്ന്. പിന്നെ നമ്മൾ എന്തിനാ ആടെ കൊണ്ട് വണ്ടി വെച്ചത്? അത്ര നല്ല കുരിശെടുത്തിട്ടാണല്ലോ ആള് നിന്റെ തലയിൽ കെട്ടി വെച്ച് തന്നേക്കണം. അപ്പൊ നിന്നെ കണ്ടപ്പോ തന്നെ സ്കൂട്ടാവും. അതുകൊണ്ട് അധികം ചാൻസ് ഉണ്ട്. മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റ് എന്റെ അമ്മേ. ഇത്രയും സെറ്റപ്പ് വീടൊക്കെ ഉണ്ടായിട്ടാണ് ഇയാള് നിന്റെ അടുത്തുനിന്ന് പലിശയ്ക്ക് വാങ്ങിയത്. ഇയാള് കാറെല്ലാം മേടിച്ച് ആ വാങ്ങും. ആ മാൻട്രാക്കിന്റെ വല്ല നിന്നെ ഏൽപ്പിച്ചില്ലേ? അതോടെ ആളുടെ ജീവിതം രക്ഷപ്പെട്ടു. വാ വെല്ലടിച്ചു നോക്ക്. ആരെല്ലാം തോന്നിട്ടോ? ആരും ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കും ഒരാൾ മലപ്പുറം വാലുറക്കാണ്ട് അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കണായിരിക്കും. എനിക്കറിയില്ല ഏട്ടനാ, മൂപ്പര് തുറക്കും. പോയെ നിക്കാണ്ട് അടിച്ചോണ്ടിരിക്കുക, എന്നാലും ആള് തുറക്കുള്ളൂ. ഇവിടുന്ന് ആരും ഇല്ലാന്ന് തോന്നുന്നു. നീ അടിച്ചേ. ഇവിടെ ഒരു വീട്ടിൽ വന്നിട്ട് ചറവറ ബെല്ലടിക്കുന്ന മോശമല്ലേ സാറേ? അവളുടെ മോശം. ചേട്ടാ നിങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. മുടി തിരിച്ചരാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾക്ക് എവിടെന്നാ മുടി കിട്ടിയെന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊക്കോളാം. വന്നേ, നീ വിചാരിക്കുന്ന പോലെ അല്ല. മൂപ്പര് ഉണ്ടെങ്കിൽ എന്തായാലും തുറന്നേനെ. പോവാ. അല്ല നിന്നെ കണ്ടപ്പോ ഓടി വിളിച്ച് വീടിനുള്ളിൽ കയറി ഇരിക്കണേ. ആ ഓട്ടത്തിന്റെ ഇടയിൽ പുള്ളി ഓസ് പോലും ഓഫ് ചെയ്യാൻ വിട്ടുപോയി. അത് ശരിയാണല്ല. തുറക്കണോ? അയാൾ ഒടുക്കത്തെ അഡ്ജസ്റ്റ്മെന്റ്. വാതിൽ ഇപ്പൊ തുറന്നില്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആയ ഭാര്യനോട് ഞാൻ പറയൂട്ടാ. അതെ തുറക്ക്. എന്താ പോവാ. വേറെ ദിവസം വളഞ്ഞിട്ട് പിടിക്കാം. എന്റെ അടുത്ത കളി. നിങ്ങൾ വന്നപ്പോ ഇറങ്ങി വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 3.5 മാസമായിട്ട് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താ? ചേട്ടാ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എത്ര നാളെ സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. ഇത് കാശ് പോയാലും കുഴപ്പമില്ല, വാങ്ങിച്ചോടെ തന്നെ തിരിച്ചുകൊണ്ട് കൊടുത്തേക്ക്. അഞ്ചു എങ്ങനെ തിരിച്ചു കൊടുക്കാനാ? ആളെ അന്വേഷിച്ചിട്ട് കാണാനില്ല. അയാൾ കട നിർത്തിയിട്ട് കുറെ നാളായി. എന്തൊരു കഷ്ടം അത്. എവിടെയെങ്കിലും കൊണ്ടേ കളയാന്ന് വെച്ചാൽ നമുക്ക് മുമ്പ് ഈ സാധനം എവിടേക്ക് വരും. എന്തായാലും ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. സമാധാനപ്പെടാൻ അഞ്ചു, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ തൽക്കാലം ചെന്ന് ഒരു ചായ കൊച്ചിന് കൊണ്ടുപോയി കൊടുക്കുക. ആ കൊച്ചി പോയി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം. ഇത് ഹെയർ എക്സ്റ്റൻഷൻ അല്ലേ? ഇത് ആരെയുടെ യൂസ് ചെയ്യുന്നേ? ഞാൻ നോക്കിക്കോട്ടെ. ഇത് പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചില്ലേ? അതെനിക്കൊരു ഫ്രണ്ട് തന്നതാ. അത് അവനെ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നാ ചേട്ടന്റെ നമ്പർ ഒന്ന് വെച്ചിട്ടേക്കോ. ഇത്ര ഇഷ്യൂസ് ഒക്കെ ഇവിടെ നടന്നിട്ട് ഞാൻ അവനെ വിളിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. എത്രയൊക്കെ ചോദിച്ചിട്ടും ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവൻ പറയണില്ല. മാത്രമല്ല കഴിഞ്ഞൊരു മാസമായിട്ട് അവനെ പറ്റി യാതൊരു അറിവില്ല. സാരില്ല, എന്നാലും നമ്പർ ഒന്ന് അയച്ചിട്ടേക്ക്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് അന്വേഷിച്ചേക്കാം. അനുപമേ, സോറി ട്ടാ, ഒരു ഗതിയില്ലാണ്ട് പറ്റിപ്പോയതാ. ഇനിയിപ്പോ എന്തായാലും പറ്റിയത് പറ്റി.